ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? മറ്റുള്ളവരെ കാണുന്നില്ലല്ലോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ലെസൺ 20 മഹാത്മാ ബുദ്ധ അല്ലേ നമ്മൾ എടുത്തത്? ആ, മഹാത്മാ ബുദ്ധ എടുത്തു അല്ലെ? എന്റെ നോട്ടിലെ മക്കളെ കംപ്ലീറ്റ് ആയോ? നിങ്ങൾ എഴുതിയോ? നോ മിസ്. നോ. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ് എഴുതി. വേർഡ് മീനിങ് എഴുതി അല്ലേ? അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും വർക്കുകൾ ഞാൻ അയച്ചുതരാം. ഇന്ന് തന്നെ അയച്ചുതരാം കേട്ടോ. ഇന്ന് എഴുതണം നിങ്ങള്. അതിന്റെ വർക്കുകളൊക്കെ പറഞ്ഞില്ലേ? പേജ് നമ്പർ 70, 71 പറഞ്ഞോ? പറഞ്ഞു തന്നോ? മിസ്സേ തന്നു. ആ, ഞാൻ വായിച്ചു തരാം. പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? മിസ്സേ പറഞ്ഞു തന്നു മിസ്സേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെസൺ എടുത്തേ. പേജ് നമ്പർ 72. ഇതും കൂടി കഴിഞ്ഞ നമ്മുടെ ലെസൺ എല്ലാം കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഞങ്ങൾക്ക് റിവിഷൻ ആണ് വേണ്ടത് അല്ലേ? പേജ് നമ്പർ 72 എടുത്തേ എല്ലാവരും. റാണ കാ വചൻ, ദി റാണാസ് പ്രോമിസ്. അൻവരിയ ഗുഡ് മോർണിംഗ്. പുതിയ ലെസണാ? ആ, 72 ലാസ്റ്റ് ലെസൺ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ലെസൺ 21 റാണ കാ വചൻ. ഒരു രാജാവ് രാജകൊട്ടാരത്തിലെ സദസ്സിനെ കുറിച്ചുള്ള ഒരു സംഭാഷണം. റാണ കാ വചൻ, ദ റാണാസ് പ്രോമിസ്. ഒരു നാടകം പോലെയാണ് അതുള്ളത്. ദൃശ്യ 1, ദൃശ്യ 1 കണ്ടോ? അവിടെ അവിടെ ദൃശ്യത്തോ അങ്ങനെ ഉണ്ടോ? കേട്ടല്ലോ? 5 ദൃശ്യങ്ങളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദൃശ്യങ്ങൾ പറഞ്ഞാല് ഓരോ ഭാഗമായിട്ട്. ഒന്ന് ശ്രദ്ധിക്കുക. സംഭാഷണ രൂപേണയാണ് ഉണ്ടാവുക. ശ്രദ്ധിച്ചോ. रणथंबोर के राजा का राज दरबार. दरबार में चारों ओर पदों के अनुसार मंत्री तथा अन्य पदाधिकारी बैठे हैं. मध्य भाग में एक ऊंचे सिंहासन पर महाराणा हमीर बैठे हुए हैं. एक व्यक्ति का प्रवेश. व्यक्ति हाँफते हुए, मुझे बचाइए महाराणा, मैं आपकी शरण में आया हूँ. हाथ जोड़कर खड़ा हो जाता है. महाराणा, कौन हो तुम? किससे भयभीत हो? अपनी कहानी साफ साफ शब्दों में कहो. व्यक्ति, महाराणा, मैं भी एक सिपाही को तुर्क दरबार में अलाउद्दीन खिलजी के दरबार में काम करता था. बस जरा सी बात पर बादशाह एक दिन खफा हो गए और मुझे फांसी की सजा सुना दी. मैं किसी तरह प्राण लेकर भाग तो आया हूँ महाराज, पर मेरी रक्षा आपके अलावा अन्य कोई नहीं कर सकता. അതുവരെ പറഞ്ഞുതരാം. പേജ് നമ്പർ 72 ഒന്ന് പറഞ്ഞുതരാം. ദൃശ്യക്ക് ഒന്നാമത്തെ എന്താണ് ദൃശ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? നമ്മളൊരു നാടകം കാണാൻ ഇരിക്കാന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? രൺഥംബോറിലെ രാജാവിന്റെ രാജകൊട്ടാരം. അതാണ് നിങ്ങൾ ഇപ്പൊ സ്റ്റേജിൽ നിങ്ങൾ കാണുന്നത്. എന്താണ്? രൺഥംബോറിലെ രാജാവായ മഹാറാണയുടെ രാജസദസ്. മഹാറാണ എന്നാണ് രാജാവിന്റെ പേര്. രൺഥംബോറിലെ രാജാവായ മഹാറാണയുടെ രാജസദസ്സാണ് നമുക്ക് ഇപ്പൊ സ്റ്റേജിൽ കാണുന്നത്. ദർബാർമേ, ആ രാജസദസ്സിലെ ചാരോം ഓർ 4 ഭാഗത്തും പദവും കെ അനുസാർ മന്ത്രി തഥാ അന്യ പദാധികാരി ബൈഠേ ഹെ. അങ്ങനെ ഉണ്ടാവില്ലേ? രാജാവിന്റെ ചുറ്റുഭാഗത്തും ഓരോ പദവിയിൽ ഇരിക്കുന്നവരുണ്ടാവില്ലേ? മന്ത്രി അല്ലേ? അപ്പൊ അങ്ങനെ ഓരോ സ്ഥാനത്ത് ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രാജസദസ്സിൽ.
मध्यभाग में ഏറ്റവും നടുവിലായിട്ട് एक ऊंचे सिंहासन पर ഒരു ഉയർന്ന സിംഹാസനത്തിലായിട്ട് മഹാറാണ ഹമീർ बैठे हुए നമ്മുടെ രാജാവ് രണ്ടംബറിലെ രാജാവായ മഹാറാണ ഹമീർ അവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ? ആ സിംഹാസനത്തിൽ. ഏക വ്യക്തി കാ പ്രവേശ്. അപ്പൊ ഒരു വ്യക്തി അവിടേക്ക് പ്രവേശിച്ചു. ഷോണ് പനിയൊക്കെ മാറിയടാ. ഷോൺ അന്ന് എന്തോ ഒരു അസുഖം കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടല്ലേ? ശരിയല്ലേ? ഏക വ്യക്തി കാ പ്രവേശ്. ഒരു വ്യക്തി അവിടേക്ക് പ്രവേശിക്കുകയാണ്. അതായത് രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്, നാലു ഭാഗത്തും അതിന്റെ അനുയായികള് അവരുടെ സീറ്റ് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു വ്യക്തി ആ രാജസദസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യക്തി ഇനി വ്യക്തി പറയാണ് എന്താണ്? ഹാഫ് എന്ന് പറഞ്ഞാല് ഓടി ഇങ്ങനെ വരുമ്പോ ഒരു കിതപ്പ് ഉണ്ടാവില്ലേ നമുക്ക്? ഓടി കിതച്ചുകൊണ്ട് വരില്ലേ? ആ കിതപ്പോടെ കിതച്ചുകൊണ്ട് പറയാണ് മുജേ ബജായിയേ മഹാറാണ, എന്നെ രക്ഷിച്ചാലും മഹാരാജാവേ. മേം ആക്കി ശരൺ മേം ആയാഹും, ഞാൻ നിങ്ങളുടെ അഭയത്തിലേക്ക്, നിങ്ങളുടെ അഭയം പ്രാപിക്കാൻ വേണ്ടി വന്നതാണ്. ഹാത്ത് ജോഡ്കർ ഗഡാ ഹോ ജാതാ. ആ വ്യക്തി എന്താ ചെയ്തത്? കൈ കൂപ്പിയിട്ടാണ് രാജാവിന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്നെ രക്ഷിച്ചാലും മഹാരാജാവേ, ഞാൻ അങ്ങേ അഭയം പ്രാപിക്കുന്നു, ഞാൻ അങ്ങയുടെ കീഴിൽ അങ്ങയുടെ ആശ്രയം തേടി വന്നതാണ്. അപ്പൊ മഹാറാണ രാജാവ് എന്താ പറഞ്ഞത്? കോൻ ഹോ തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? തും കോൻ ഹോ തും കിസ്സേ ഭയഭീത് ഹോ, നിങ്ങൾ പേടിച്ചിട്ടുണ്ടല്ലോ. അപ്പനി കഹാനി സാഫ് ശബ്ദമേ കഹോ. എന്താ ഇങ്ങനെ ഷോണ ഉറക്കം വരുന്നേ? ഉറങ്ങിയില്ലേ ഇന്നല? നിങ്ങളുടെ കഥ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ കഥയൊന്ന് വ്യക്തമായി പറഞ്ഞു തന്നാലും. എന്നെ ആശ്രയിക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേടിയില്ലാതെ നിങ്ങൾ ആ കഥയൊന്ന് എനിക്ക് പറഞ്ഞുതാ. നിങ്ങൾ എവിടെയാണ്, ആരാണ്, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞുതരാൻ വേണ്ടി. പേര് കേൾക്കുന്നില്ലേ മോനെ? പേര് മുങ്ങിയ കേൾക്കത്തില്ല. ആ ഓക്കെ. അവിടെ ഉണ്ടായാ മതി. ഞാൻ വെച്ച് കോഴിക്കങ്ങ തീറ്റ കൊടുക്കാൻ പോയോന്ന് ചോദിച്ചിട്ടാണ്. മിസ് കളിയാക്കില്ലേ? ഇല്ല, അല്ല ചിലപ്പോ അങ്ങനെ വീഡിയോ ഓഫിലേക്ക് അടി ഇരുന്നിട്ട് ചിലപ്പോ മിസ് അവിടുന്ന് പറയട്ടെ, ഞാൻ കോഴിക്കൊക്കെ തീറ്റ കൊടുത്തതിന്റെ പണിയൊക്കെ തീർക്കാൻ വേണ്ടി പോയെങ്കിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ എന്താ വ്യക്തി പറഞ്ഞത്? വ്യക്തിയുടെ കഥ പറയാണേ. മഹാറാണ മേം ഭി ഏക് സിപാഹി ഹൂം, ഞാനും ഒരു സൈനികനാണ് അല്ലേ. തുർക്ക് ദർബാർ മേം അലാവുദ്ദീൻ ഖിൽജിക്ക് ദർബാർ മേം കാം കർത്തതാ, ഞാൻ എവിടെ ജോലി ചെയ്തത്? അലാവുദ്ദീൻ ഖിൽജിയുടെ രാജസദസ്സിലാണ്. തുർക്കിലെ അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അല്ലേ. ബസ് जरा सी बात पर बादशाह एक दिन खफा हो गए और मुझे फांसी की सजा सुना दी. ഒരു ദിവസം എന്നെ ആ ചക്രവർത്തി, ആ രാജാവ് എന്ത് ചെയ്തു? എനിക്ക് ശിക്ഷ തന്നു. എന്താണ്? എനിക്ക് ഫാൻസിക്ക് സജ സുനാ दी, തടവ് ശിക്ഷ. मैं किसी तरह प्राण लेकर भाग तो आया हूं महाराज. എന്നെ തടവിലാക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ എന്ത് ചെയ്തു? എന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. മഹാരാജ് पर मेरी रक्षा आपके अलावा अन्य कोई नहीं कर सकता. പക്ഷേ എന്നെ രക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കാണ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്കാണ് ഓടി വന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 73. മഹാറാണ പറയാണ് ഗൗരസെ മാഹംഷാക്കോ देखते हुए, माहमशाह दिल्ली से भागकर तुम सीधे रणथंभौर चले आए, कहीं भी निकट के हिंदू राजा के शरण में जा सकते थे. माहमशाह രണ്ടുപേരും വർത്തമാനം പറയാൻ ഇങ്ങോട്ടൊന്നും കിട്ടുന്നേ എഴുതണേ. गया था महाराणा जी, कुछ दरबारों में गया था, पर अलाउद्दीन से दुश्मनी मोल लेने को भला कौन तैयार होगा. बस अब तो मेरे प्राण आपके हाथ में हैं राजन. महाराणा पालघर दरबारियों की ओर देखकर
कहिए सभासदों, आप सबकी राय क्या राय है? सेनापति, महाराणा एक दुश्मनों का सैनिक है, क्या पता इसकी बात में कितना सत्य है? दूसरा सभासद, हमारे विरुद्ध लड़ने वाले इस व्यक्ति को भला शरण कैसे दी जा सकती है महाराज? तीसरा, दिल्ली के बादशाह से सीधी टक्कर होगी महाराणा, इस बात का भी ध्यान रखना होगा। महाराणा गंभीर होकर, आपका कथन भी सत्य है सभासदों, पर माहम के प्राणों की रक्षा भी एक सत्य है। एक मंत्री एक भगोड़े व्यक्ति के प्राणों की रक्षा के लिए इतने प्राण संकट में पड़ेंगे महाराज? महाराणा यह भी सत्य है, पर शरणागत की रक्षा करना हमारा धर्म है, हमारे कुल की परंपरा है। हमारे पूर्वज हमें न धिक्कारेंगे मंत्रीवर, हमें भी तो उनके मान की रक्षा करनी। सभासद चुप हो गए। महाराणा, हम अपने कर्तव्य को नहीं भुला सकते हैं, क्या आप भूल जाएंगे? अपने प्राणों के भय से शरण में आए व्यक्ति के प्राण न बचाएंगे। सभासद ഒരു മിനിറ്റ് മക്കളെ. ജോസി, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് സംസാരിക്കാൻ പാടില്ല, ക്ലാസ് അല്ലേ? നിങ്ങൾ വിട്ടുവിട്ടിരുന്നേ. നീ എഴുതുന്നത് വേറെ എഴുതുന്നത് എഴുതിക്കോ, അനിയൻ വേറെ എഴുതട്ടെ. നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഓക്കെ. अब इबड़े नोक महाराणा गौर से माहम शाह को देखते हुए गौरवത്തോടു കൂടി മാഹം ഷാഹിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, മാഹം ഷാ ദില്ലി സെ ഭാഗക്കർ, അതായത് ആ വന്ന വ്യക്തിയെ അയാളോട് ചോദിക്കുകയാണ്, ദില്ലി സെ ഭാഗക്കർ തും സീധേ രണതംബോർ ചലയായേ, നിങ്ങൾ എന്താണ് ദില്ലിയിൽ അവിടുന്ന് ഓടിയിട്ട്, അതായത് ഇവർ രണ്ടുപേരും ശത്രുപക്ഷത്തല്ലേ, രണ്ടുപേരും യുദ്ധം ചെയ്യുന്നവരാണ്. ദില്ലി എന്ന് പറഞ്ഞാൽ ഡൽഹിയാ? യെസ്. നിങ്ങൾ അപ്പൊ എന്തിനാണ് അവിടുന്ന് നേരെ ഈ രണതംബൂറിലേക്ക് തന്നെ വന്നത്? എന്താണ്? കहीं भी निकट के किसी हिंदू राजा की शरण में जा सकते थे. വേറെ എത്ര രാജസദസ്സുകളുണ്ട്, രാജകൊട്ടാരങ്ങളുണ്ട്, നിങ്ങൾ എന്താ അവിടേക്കൊന്നും പോവാനെന്ന് ചോദിച്ചു. അപ്പൊ എന്താ മാഹം ഷാഹ് ആ വ്യക്തി മറുപടി പറഞ്ഞെന്നറിയോ? ഗയാഥാ മഹാറാണാജി, ഞാൻ അവിടെ പോയിരുന്നു. कुछ दरबारों में गया था, കുറച്ച് രാജകൊട്ടാരങ്ങളിലൊക്കെ ഞാൻ അവിടെ എത്തി. पर अलाउद्दीन से दुश्मनी मोल लेने को भला कौन तैयार होगा? പക്ഷേ ഇയാളെ കുറച്ച് സോപ്പ് ചെയ്യാൻ തോന്നുന്നു ആ രാജാവിനെ. അലാവുദ്ദീൻ ഖിൽജി അല്ലാതെ ആരെയാണ് ഒരു ശത്രുവിനെ ആശ്രയം നോക്കുക? ആ ശത്രുവിനെ പരിപാലിക്കുക ആരാണ് പിന്നെ? അങ്ങയല്ലാതെ. ബസ് അബ് തോ മേരെ പ്രാൺ ആപ്കെ ഹാത്ത് മേ ഹൈ രാജൻ, അല്ലയോ രാജാവേ, എന്റെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, എന്നെ നിങ്ങളെ രക്ഷിച്ചാലും. മറ്റുള്ള രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ഞാൻ പോയിരുന്നു, പക്ഷേ ശത്രുപക്ഷത്തുള്ള ഒരാളെ നോക്കുക, നിങ്ങളല്ലാതെ വേറെ ആരാണെന്ന് ചോദിച്ചു. മഹാറാണ പൽ ഭർ ദർബാരിയോ കി ഓർ ദേഖുക, ഒരു നിമിഷം ആ രാജസത്തിലെ ബാക്കിയുള്ളവരൊക്കെ നോക്കിയിട്ട് ചോദിച്ചു, കഹിയോ സഭാസദോ ആപ്പ് സബ്കി ക്യാ റായ് ഹൈ, അല്ലയോ രാജസത്തിലെ അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇതിനോട് അഭിപ്രായം? ഇയാൾക്ക് അഭയം കൊടുക്കണോ എന്നാണ് രാജാവിന്റെ ചോദ്യം. അപ്പൊ സേനാപതി എന്താ പറഞ്ഞ? മഹാറാണ ഏക ദുശ്മനോ കാ സൈനിക ഹേ, അല്ലയോ രാജാവേ, ഇത് ഒരു ശത്രുവിന്റെ സൈനികനാണ് അല്ലെ, ശത്രുപക്ഷത്തുള്ള ഒരു സൈനികനാണ്. ക്യാ പത ഇസ്കി ബാത് മേ കിതന സത്യ ഹേ, ഇയാൾ പറഞ്ഞതിൽ സത്യം ഉണ്ടോ എന്ന് ആർക്കറിയാം? അപ്പൊ ദൂസര സഭാസദ്, ഇപ്പൊ രണ്ടാമത് വേറൊരു അംഗം പറയാണ് രാജസദസ്സിൽ നിന്ന്. എന്താ പറഞ്ഞത്? ഹമാരെ വിരുദ്ധ ലഡ്നെ വാലെ ഇസ് വ്യക്തി കോ ഭലാ ശരൺ കൈസെ ദി ജാ സക്തി ഹൈ മഹാരാജ്, നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇവരുടെ ടീമിനെ, ആ വ്യക്തിയെ എങ്ങനെയാണ് വിശ്വസിക്കുക, എങ്ങനെയാണ് അവർക്ക് അഭയം കൊടുക്കുക? നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആളല്ലേ. അപ്പൊ തീസര എന്താ പറഞ്ഞത്? മൂന്നാമത്തെ ഒരു വ്യക്തി, ദൂസര സഭാസദ് പറഞ്ഞാല് രണ്ടാമത്തെ അംഗം, സഭാ സദസ്സിലുള്ള ആള്. തീസര എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ അംഗം. മൂന്നാമത്തെ ആളെന്താ പറഞ്ഞത്? दिल्ली के बादशाह से सीधी टक्कर होगी महाराणा, इस बात का भी ध्यान रखना होगा. അതായത് നമ്മളെ നേരെ യുദ്ധം ചെയ്യുന്നവരാണ് അല്ലെ, അപ്പൊ ഈ കാര്യത്തില് ശ്രദ്ധിക്കണം. ഇവർക്ക് അഭയം കൊടുക്കുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. എന്തെങ്കിലും സൂത്രം ചെയ്യുന്നതാണെങ്കിലോ. അപ്പൊ
അപ്പൊ മഹാറാണ പറഞ്ഞിട്ട് ഗംഭീർ ഹോക്കർ ആപ്ക കഥൻ ബി സത്യ ഹേ സഭാസദോ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ട്. മാഹം കി പ്രാണോ കി രക്ഷാ ബി ഏക് സത്യ ഹേ, പക്ഷെ അവർക്ക് അഭയം തേടി വരുന്നവർക്ക് അഭയം കൊടുക്കേണ്ടതും ഒരു സത്യം തന്നെയല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോ മന്ത്രി എന്താ പറഞ്ഞ? ഏക് മന്ത്രി ഏക് ഭഗോടെ വ്യക്തി കെ പ്രാണോ കി രക്ഷാ കെ ലിയേ കിത്തനെ പ്രാണസങ്കടമേ പടേങ്കെ മഹാരാജ്. ഒരു വിഷമം പിടിച്ചൊരു വ്യക്തിയെ സഹായിക്കണം, ശരി തന്നെ, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെ ഒരാളെ സഹായിക്കണോന്നാണ് മന്ത്രിയുടെ ചോദ്യം. അപ്പൊ മഹാറാണ എന്താ പറഞ്ഞത്? യഹ് ബി സത്യം, അതും സത്യമാണ്. പക്ഷേ ശരണാഗതിക്ക് രക്ഷ കർണ ഹമാര ധർമ്മ ഹെ, ഒരു അഭയാർത്ഥി അഭയം തേടി വരുന്നവർക്ക് അഭയം നൽകുക എന്നതാണ് എന്റെ രാജധർമ്മം. ഹമാരെ കുലിക്കി പരമ്പര, എന്റെ കുലത്തിന്റെ, കുലം എന്ന് പറഞ്ഞാൽ സാധാരണ ടോട്ടൽ എന്നുള്ള അർത്ഥമുണ്ട്, ടോട്ടൽ. ഇവിടെ കുലം, വംശം, എന്റെ രാജവംശത്തിന്റെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. എന്ത്? അഭയാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ശത്രുക്കളായാലും ശരി മിത്രങ്ങളായാലും ശരി അവർക്ക് അഭയം നൽകുക എന്നതാണ് എന്റെ രാജവംശത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞു. ഹമാരെ പൂർവജ് ഹമേം ന ധിക്കാരെങ്കി മന്ത്രിവർ, അപ്പൊ ഞാൻ അവരെ, ഞങ്ങളുടെ പൂർവികരെ ധിക്കരിക്കുന്നത് പോലെ ആവില്ലേ അഭയം കൊടുത്തില്ലെങ്കിലേ? ഹമേം ബി തോ ഉൻകെ മാൻ കി രക്ഷാ കർണി, എനിക്ക് അവരെ, ആ പൂർവികരെ, അവരുടെ ആ രീതി മുന്നോട്ട് കൊണ്ടുപോകണം, അവർ പറഞ്ഞതുപോലെ അനുസരിക്കേണ്ടതുണ്ട്. സഭാസദ് ചുപ് ഹോ ഗയ, ആ സഭയിലുള്ളവരെല്ലാവരും മിണ്ടാതിരുന്നു. കാരണം എന്തേ? രാജാവ് എന്ത് തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ടാവും? ഈ മാഹംഷാന് അഭയം നൽകുക എന്നത്. മഹാറാണ ഹം അപ്നെ കർത്തവ്യ കോ നഹീ ഭുലാ സക്തേ ഹെ, ക്യാ ആപ് ഭൂൽ ജായേംഗെ? അപ്പൊ എല്ലാവരും നിശബ്ദരായി നിന്നു. അപ്പം രാജാവ് പറഞ്ഞു, മഹാറാണ രാജാവ് പറയാണെന്ത്? ഞാൻ എന്റെ കർത്തവ്യം ഒരിക്കലും മറന്നു ചെയ്യില്ല. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്? മിത്രങ്ങളായാലും ശത്രുക്കളായാലും എന്താണ്, എന്നിലെ അഭയം തേടി വന്നവരെ ഞാൻ പരിപാലിക്കുക, അഭയം കൊടുക്കുക എന്നതാണ് എന്റെ ധർമ്മം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറന്നു കളിക്കില്ല. നിങ്ങൾ ആരെങ്കിലും അത് മറന്നു പോവുമോ എന്ന് ചോദിച്ചു. ക്യാ ആപ് ഭൂൽ ജായേംഗെ, നിങ്ങൾ ആരെങ്കിലും അത് മറക്കുമോ? अपने प्राणों के भय से शरण में आए व्यक्ति के प्राण ने बचाएंगे सभासदों, തന്റെ ജീവന് ഭയത്തില് പേടിച്ചിട്ട്, തന്റെ ജീവന് അപകടം വന്ന് പേടിച്ചു കൊണ്ടുവരുന്ന ഏത് വ്യക്തിക്കും എന്താണ് അതായത് അഭയം നൽകുക, അതാണ് ചെയ്യേണ്ടത് സദസ്സിലുള്ളവരോട് പറഞ്ഞു. നെക്സ്റ്റ് പേജ് നമ്പർ 74. സഭാസദ് धन्य धन्य महाराणा, हमें धन्य है, हमें क्षमा करें, हम कर्तव्य भूल रहे थे. സദസ്സിലെ അംഗങ്ങളൊക്കെ പറയണെന്ന്, ഞങ്ങൾ ധന്യരായി, രാജാവേ ഞങ്ങളോട് അതായത് ക്ഷമയാക്കുക, എന്താണ് ക്ഷമിക്കുക? കാരണം ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങള് മറന്നുപോയി, അതുകൊണ്ട് ഞങ്ങളോട് എന്ത് ചെയ്യണം? ക്ഷമിച്ചിരിക്കണം. അപ്പൊ മഹാറാണ രാജാവ് എന്താ പറഞ്ഞത്? മാഹംഷാവോ ദേഖ്തേ ഹുയേ, ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മാഹംഷാ തും ശത്രുപക്ഷക്കെ ഹോ യാ കോയി ബി ഹോ, നിങ്ങൾ ശത്രുപക്ഷത്തോ അല്ലെങ്കിൽ എവിടെ നിന്നും ആയിക്കോട്ടെ, തും ഹമാരി ശരൺ മേ ഹി അബ് നിർഭയ രഹോ, നിങ്ങൾ ഇനി എന്റെ അഭയത്തിൽ തന്നെയാണ്, എന്റെ ആശ്രയിച്ചു തന്നെയാണ്, നിങ്ങൾ ഒരിക്കലും ഇനി പേടിക്കേണ്ട. തുമാരെ പ്രാണോം പർ കോയി സങ്കട് നഹീ മാ, നിന്റെ ജീവനിൽ ഇനി ഒരിക്കലും നീ വിഷമിക്കേണ്ടി വരില്ല, നിന്നെ ഞാൻ സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകി. അപ്പൊ മാഹൻഷാ എന്ത് പറഞ്ഞു? ജയ് ഹോ മഹാറാണ ഹമീർ, സഭി ദർബാരി ജയ് ജയ് കർണ ജയകാർ കർണ. അപ്പൊ മഹാൻഷാ പറഞ്ഞു ജയ് ഹോ, രാജാവ് ജയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള രാജസദസ്സിലെ എല്ലാവരും എന്ത് പറഞ്ഞു? ജയ് ജയ് വിളിക്കാൻ തുടങ്ങി. ആരെ? മഹാറാണ രാജാവിനെ. അപ്പൊ ദൃശ്യേക്ക് അവിടെയാണ് അവസാനിക്കുന്നത്. അപ്പൊ എന്താണ് ഈ നാടകത്തിന്, ഈ സ്റ്റേജിൽ അവർക്ക് നാടകത്തിന് ഈ ദൃശ്യേക്ക് ദൃശ്യതോന്ന് കൊടുക്കാൻ കാരണം അറിയോ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദൃശ്യം ഇപ്പൊ കാണിച്ചത് മഹാറാണ രാജാവിന്റെ രാജസദസ്സാണ്. അവിടേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നു, മന്ത്രിമാരെ കാണുന്നു, അങ്ങനെ.
അത് ഒന്നാമത്തെ ദൃശ്യം. ഇനി ഇപ്പൊ നിങ്ങൾക്ക് സീൻ മാറി, സീൻ 2 ദൃശ്യതോ ആണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. അത് വേറൊരു ഭാഗമായിരിക്കും, വേറൊരു സ്ഥലമായിരിക്കും. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ എന്താന്ന്? അതാണ് അങ്ങനെ അവിടെ എഴുതുക കേട്ടോ. ഇനി ദൃശ്യതോ നോക്ക്, ദൃശ്യതോ വേറെ സ്ഥലത്താണ്. പെയ്ത്തേ ഉണ്ടല്ലോ. മിസ് എനിക്ക് മനസ്സിലായില്ല, ഈ ദൃശ്യം ദോ എന്താ സംഭവം? അതാ മോനെ ഞാൻ പറഞ്ഞത്. അതായത് ഇതൊരു നാടകമാണ്. ഈ എനിക്കൊന്ന് ഫെയ്ത്തിനെ കാണാനിട്ട് വിഷമം. മിസ്സേ മനസ്സിലായി. ഇപ്പൊ അപ്പൊ നാടകമാകുമ്പോ ഇപ്പൊ ആദ്യം നടന്നത് ഒരു സീന്. ഇനിയിപ്പോ കാണിക്കുന്നത് വേറൊരു ഭാഗത്താണ്, വേറൊരു സ്ഥലത്തായിരിക്കും കാണിക്കുന്നുണ്ടാവുക. മനസ്സിലായി. അപ്പൊ ദൃശ്യം ദോ നമുക്ക് ഇപ്പൊ തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. എന്താണ്? ദില്ലിമേം അലാവുദ്ദീൻ ഖിൽജി കാ ദർബാർ. ഇനി രണ്ടാമത്തെ സീനിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ, അതായത് നമ്മുടെ ഈ വ്യക്തി വന്ന സ്ഥലത്തുള്ള രാജസദസ്സാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ രാജകൊട്ടാരത്തിനാണ് ഇയാൾ ഓടി വരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് കാണിക്കുന്നത് ദില്ലിയിലെ അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരം. ദർബാർ മേ സബീ സഭാസദ് ബൈഠേ ഹെ. അവിടെയും അങ്ങനെ രാജസദസ്സിലെ കൊട്ടാരത്തിലെ എല്ലാ അംഗങ്ങളും ഇരിക്കുന്നുണ്ട്. തഖ്ത് പർ സ്വയം ബാദ്ഷാഹിന്റെ ഏക് സൈനിക പ്രവേശ്. അപ്പൊ അവിടെ സിംഹാസനത്തിൽ രാജാവ് അലാവുദ്ദീൻ ഖിൽജി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു സൈനികൻ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു. സൈനിക വന്നിട്ട് എന്താ പറഞ്ഞത്? ഷാഹം ഷാഹെ ദില്ലിക്ക് സദാ ജയ് ഹോ. ദില്ലിയിലെ രാജാവ് എപ്പോഴും വിജയിക്കട്ടെ. बादशाह सलामत जान की अमान पाऊं तो अर्ज करूं कि दिल्ली दरबार का भगोड़ा मानशाह രണതംബൂർ കെ രാണ ഹമീർ കി പനാഹ് മേ. അയാൾ എന്താ വന്നിട്ട് വിവരം കൊടുത്തത്? ദൂതനാണല്ലേ. അയാൾ വന്നിട്ട് വിവരം കൊടുത്തത് ചക്രവർത്തി, അതായത് അങ്ങയുടെ കീഴിലുണ്ടായ സൈനികൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു? റാണ രണതംബോറിലെ രാജാവിന്റെ അടുത്ത് അഭയം തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി രാജാവ് പറയാണ്, റാണ ഹമീർ ने हमारे शत्रु को शरण देकर अच्छा नहीं किया है. റാണ ഹമീർ അങ്ങനെ ശത്രുപക്ഷത്തിൽ ഞങ്ങളുടെ സൈനികന് അഭയം കൊടുക്കുമോ? അഭി ഉन्हें खत लिखो कि हमारे सैनिक को हमें सौंप दें और हमसे माफी मांगे. അപ്പൊ ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതിക്കോളും. ദൂതൻ ഇങ്ങനെ കത്ത് എഴുതില്ലേ? അപ്പൊ കത്ത് എഴുതിക്കോളും. എന്താ വേണ്ടത്? ആ കത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം, ഞങ്ങളുടെ സൈനികരെ ഞങ്ങളെ തിരിച്ചേൽപ്പിക്കൂ, ഞങ്ങൾ ക്ഷമിക്കുന്നു. അതായത് നിങ്ങൾ അഭയം കൊടുത്തുകൊണ്ട് ഞങ്ങളത് ക്ഷമിച്ചോളാം. നിങ്ങൾ എന്ത് ചെയ്യണം? ആ സൈനികനെ എന്നെ തിരിച്ചേൽപ്പിക്കണം എന്ന് കത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞു. തുരന്ത് ഏക് മന്ത്രിനെ മാഫിനാമ ലിഖ और एक तेज घुड़सवार को रणथंबोर की ओर दौड़ा दिया. പെട്ടെന്ന് തന്നെ മന്ത്രി വരികയും കത്ത് എഴുതുകയും ചെയ്തു. കത്ത് എഴുതുക പറഞ്ഞാൽ മറ്റേ ഇംഗ്ലണ്ട് കവറിലൊന്നല്ല കേട്ടോ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? രാജാവിന് ഏതെങ്കിലും രാജാവിന്റെ സീനൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ടിവിയിലൊക്കെ കാണാറുണ്ടോ? അപ്പൊ അവിടെ അങ്ങനെ എന്ത് എഴുതി അതിനുശേഷം എന്ത് ചെയ്തു? ഒരാള് സൈനികൻ എന്ത് ചെയ്തു? വേഗത്തിൽ തന്നെ കുതിരപ്പുറത്ത് രണതംബോറിലെ രാജാവിന്റെ അടുത്ത് നേരെ ഈ കത്തും കൊണ്ട് പോയി. അങ്ങനെയാണ് രണ്ട് ദൃശ്യങ്ങള്. ആ രണ്ട് ദൃശ്യങ്ങൾ മക്കളൊന്ന് വായിക്കോ അവിടെ ഇരുന്നിട്ട്. ദൃശ്യേക്ക് ദൃശ്യത്തോ ഒന്ന് ഉറക്കെ വായിക്കോ. ആര് ഫസ്റ്റ് വായിക്കുന്ന? ആൻമരിയ വായിച്ചോ ഫസ്റ്റ്. ആ രണ്ട് ദൃശ്യങ്ങളൊന്ന് വായിച്ചേ. സീനേക്ക് വായിച്ചേ. ദൃശ്യേക്ക്. रणथंबोर के राजा का राज दरबार में चारों और पदों के अनुसार मंत्री तथा अन्य പദാധികാരി बैठे हैं. ഒരു മിനിറ്റ്, ദിയ ഇപ്പൊ ക്ലാസ് കയറില്ലേ മോളെ? ആൻമരിയ ദിയ ക്ലാസ് ഉണ്ടാവില്ലേ? ഇടയ്ക്ക് കയറും. എന്താ കാരണം അറിയോ? അറിയില്ല. वाइस मध्य भाग में एक ऊंचे सिंहासन पर महाराणा हमीर बैठे हुए हैं. एक व्यक्ति का प्रवेश. व्यक्ति हम फतेह हुए, मुझे बचाइए महाराणा, मैं आपकी शरण में आया हूँ. हाथ जोड़कर कहा खड़ा हो जाता है. महाराणा, कौन हो तुम? किससे
भयभीत हो अपनी कहानी साफ साफ शब्दों में कहो। व्यक्ति महाराणा मैं भी एक सिपाही हूँ। तो तुर्क दरबार में तुर्क दरबार में अलाउद्दीन खिलजी के दरबार में काम करता था। बस जरा सी बात पर बादशाह एक दिन खफास हो गए और मुझे फांसी की सजा सुना दी। मैं किसी तरह प्राण लेकर भाग तो आया हूँ महाराज, पर मेरी रक्षा आपको अलावा अन्य कोई नहीं कर सकता। महाराणा गौर से मोहम्मद शाह को देखते हुए महामशाह दिल्ली से भागकर तुम सीधे रणदंभेर चले आए। कहीं भी निकट के किसी हिंदू राजा की शरण में जा सकते थे। महाराण जी कुछ बारों में गया था, पर अलाउद्दीन से दुश्मनी मोड़ लेने को भला कौन तैयार होगा। बस अब तो मेरे प्राण आपके हाथ में है महाराणा। पल भर दरबारियों की ओर देखकर कहिए सभासदों आप सबकी क्या राय है? सेनापति महाराणा यह दुश्मनों का सैनिक है, क्या पता इसकी बात में कितना सत्य है। दूसरा सभासद हमारे विरुद्ध लड़ने वालों इस व्यक्ति को भला शरण कैसे दी जा सकती है महाराज? ओके मने बाकी आलमेലേക്ക് ക്ഷീണം പിടിച്ചു दूसरा सभासद हमारे विरुद्ध लड़ने वाले इस व्यक्ति को भला शरण कैसे दी जा सकती है महाराज? तीसरा दिल्ली के बादशाह से सीधी टक्कर होगी महाराणा। इस बात का भी जान जगना होगा। ഓക്കെ ബാക്കി നിങ്ങൾ കാര്യം ചെയ്തോ ഷോണേ? വെയിറ്റ് അവിടെ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് വായിക്കണേ എല്ലാവരും. നെക്സ്റ്റ് ടൈം വായിപ്പിക്കാം, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും വായിക്കണേ, അപ്പോഴേക്കും റെഡി ആവും കേട്ടോ വായിച്ചിട്ട്. ഓക്കെ ബൈ, സി യു. വെയിറ്റ് ടാറ്റ.